ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോല ഭട്ടൂര കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വലിയ കടലില്ല, അത് എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാമിലുണ്ട്. 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വയ്ക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുതിർത്ത് വെക്കണം കേട്ടോ. സോക്ക് ചെയ്ത് വെക്കണം. ആ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അത് മറക്കണ്ട. ഇനി നമുക്ക് അതിനുശേഷം ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിന് മുമ്പ് നമുക്കിതിലേക്ക് 2 ഏലക്കായും 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടുതലാണ് നാം ഒഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട, അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. ഇനി ഒരു നുള്ളു മഞ്ഞളിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്ന ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വന്ന ശേഷം നമുക്ക് കുക്കർ ഓഫ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. കണ്ടാൽ നമ്മുടെ കടല വെന്ത് വന്നിട്ടുണ്ട്. നോക്കാം കേട്ടോ, വന്നിട്ടുണ്ടോ ഇല്ലെന്ന്. ഈ കടല നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. കണ്ട, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നോക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് ഒരു കടായി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, ഇവിടെ അവർക്ക് ഇത്ര താല്പര്യമില്ല, അത് കാരണമുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഗ്രാമ്പ് പട്ടയും ഇട്ട് കൊടുക്കാം. 2 ഏലക്കായും അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ബേ ലീഫ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ച് സവോല നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 വലിയ സവോലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു 2 പച്ചമുളക് ഇങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കുറച്ച് സമയം എടുക്കുക കേട്ടോ, എന്നാൽ പക്ഷേ നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചതച്ചതല്ല, പേസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കണേ. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 തക്കാളി കേട്ടോ. നല്ല ചോപ്പ് ചെയ്തിട്ട് നൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട്
ഒന്ന് അത് തക്കാളി ഒന്ന് കുക്കായിട്ട് വരണം കേട്ടോ. നോക്കുക, കണ്ട നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടില്ലേ കടല, അത് നമുക്കിതിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കുക. 10 മിനിറ്റ് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുക, ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കസ്തൂരി മേത്തി കേട്ടോ. അതൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചു കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇത്രയുള്ളൂ കേട്ടോ. അടിപൊളി കറി റെഡി ആയിട്ടില്ലേ. ഇനി പച്ചമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഭട്ടൂര ഉണ്ടാക്കാം. ഭട്ടൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളെടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് 1 കപ്പ് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഇനി ഒരു നുള്ളു ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെ വേറെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം തൈര് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് പാലാണ് കേട്ടോ. ചൂട് പാലല്ല, സാധാരണ റൂം ടെമ്പറേച്ചർ ഉണ്ടാവില്ലേ, ആ പാലെടുത്തിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ മുമ്പ് കുറച്ച് നേരം മാറ്റി വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും എടുത്തിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. അത് രണ്ടും നമുക്ക് ഇപ്പോൾ കുറച്ച് പാല് വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ചപ്പാത്തി മാവുകാട്ട് കുറച്ച് ലൂസ് വേണം കേട്ടോ. കണ്ട, ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മളെടുത്ത പാല് കുറച്ചുകൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. ഒന്ന് മൈദമാവോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ മതി. മിക്സ് ചെയ്ത് വെച്ചത് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണേ. നമുക്ക് ചപ്പാത്തി പോലത്തെ പരത്തി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ആ വീഡിയോ എൻ്റെ കയ്യിലൊന്ന് മിക്സായി പോയി കേട്ടോ. പരത്താണത് മിസ്സായി പോയി. ഇങ്ങനെ നമുക്ക് എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ടാവേ. എല്ലാം നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. കണ്ട അടിപൊളിയല്ലേ? കാണാനും സൂപ്പറായിട്ടുണ്ട്, കഴിക്കാനും അതിൻ്റെക്കാട്ടും ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.